ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കൊച്ചിയിലെ ഒരു മെയിൻ ന്യൂസ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളുടെ TV എല്ലാ മീഡിയാസിലും നമ്മൾ കണ്ടായിരുന്നു. അതായത് ഓരോ കൗണ്ടറിലും വ്യത്യസ്ത ഇനങ്ങളും രുചികളും. മോഡേണൈസേഷൻ ഓഫ് ഫുഡ് സ്ട്രീറ്റ്സ് പദ്ധതിയുടെ ഭാഗമായാണ് ഫുഡ് കോർട്ട്. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നിർമ്മിച്ച ഫുഡ് കോർട്ടിന് 1 കോടിയിലധികം രൂപ ചെലവ്. എല്ലാ മീഡിയാസിലും നമ്മൾ കണ്ടായിരുന്നു. അതായത് കൊച്ചിയിലെ ഫുഡ് പ്രേമികൾക്കായിട്ടൊരു ഫുഡ് കോർട്ട് നമ്മളുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററായിട്ടുള്ള നമ്മളുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കരധികം ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആരോഗ്യമന്ത്രി ഇന്നലെ ഉദ്ഘാടനം ചെയ്ത ഫുഡ് സ്ട്രീറ്റിൽ നാടൻ രുചികളൊന്നുമല്ല, അത് മാത്രമല്ല കിട്ടുക, ചൈനീസ് മുതൽ ഇറ്റാലിയൻ കൊറിയൻ വിഭവങ്ങൾ വരെ കിട്ടും. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ആ ഫുഡ് കോർട്ടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ആ വാർത്ത കണ്ടിരുന്നു. അപ്പോൾ നമുക്ക് പലരും അപ്പോൾ ആ വാർത്ത നമ്മളുടെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയായിരുന്നു അത്. അപ്പോൾ അതിൽ പല ആൾക്കാരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് തൃശ്ശൂർ വേണം, കോഴിക്കോട് വേണം, ആലപ്പുഴ വേണം, ട്രിവാൻഡ്രം വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫുഡ് കോർട്ട് 4 സ്ഥലങ്ങൾ, സംസ്ഥാനത്ത് 4 സ്ഥലങ്ങൾ ഉദ്ഘാടനം ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത ഗുണമേന്മയുള്ള ഭക്ഷണം സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക്, ഫുഡ് പ്രേമികൾക്ക് ഉറപ്പുവരുത്തുക എന്നതായിരുന്നു ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മളും ഒരു ഫുഡ് വ്ളോഗ് ചാനൽ ആയതുകൊണ്ട് തന്നെ ഇത്രയധികം, അപ്പോൾ അന്നത്തെ ഉദ്ഘാടനത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മളുടെ ചാനലിലൊക്കെ ഉണ്ടായിരുന്നു. പലതരം സാധനങ്ങൾ, അതായത് വിദേശ ഭക്ഷണങ്ങളും സ്വദേശ ഭക്ഷണങ്ങളും എല്ലാം ഉണ്ടാക്കുന്നു. അപ്പോൾ അന്ന് ആ ഒരു മനോരമയിലാണെന്ന് തോന്നുന്നു കണ്ട ഒരു വീഡിയോയിൽ കാണിക്കുന്നത് വടയൊക്കെ ഉണ്ടാക്കുന്നതായിരുന്നു. അപ്പോൾ പുറത്തുനിന്നുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ വടയാണോ എന്നൊക്കെ അതിൻ്റെ അകത്ത് കമൻസ് ഒക്കെ ഞാൻ വായിച്ചിരുന്നു. പക്ഷേ വലിയ ആളും ആരവങ്ങളും ഒക്കെ ആയിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഒരു സംഭവമാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. എന്തായാലും കൊച്ചിയിൽ വന്നപ്പോഴത്തേക്ക്, എറണാകുളത്ത് വന്നപ്പോഴത്തേക്ക് നമുക്കിന്ന് ഇവിടെ വന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാം, ഇവിടുത്തെ ഭക്ഷണം ഒന്ന് കഴിക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനും എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയാണ് വന്നത്. അപ്പോൾ ഇത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിൽ സംഭവിച്ച കാര്യം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം. അതിന് മുമ്പ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മനോരമ ജംഗ്ഷനിൽ നിന്നാണ്. നമ്മുടെ മനോരമ പോലെയുള്ള എല്ലാ മാധ്യമങ്ങളുമാണ് ഈ ഒരു ന്യൂസ് ബ്രേക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അത് വലിയൊരു ഫംഗ്ഷൻ ആയിരുന്നു, കാരണം മിനിസ്റ്ററൊക്കെ ഉദ്ഘാടനം ചെയ്ത വലിയൊരു പരിപാടി തന്നെയായിരുന്നു. അപ്പോൾ ഞാനിവിടെ എന്തായാലും ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴത്തെ കാഴ്ച എന്ന് പറയുന്നത്, ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് മാത്രമുണ്ട്. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നും കഴിക്കാനില്ല. നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാം റെഡി ആയിട്ടാണ് വന്നത്. പക്ഷേ നമ്മൾ പറ്റിക്കപ്പെട്ടു ഗൈസ്, പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. ഒന്നുമില്ല, ഇനി വേറെ ഏതെങ്കിലും കടയിൽ പോയി കഴിക്കണം. അപ്പോൾ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും ഒരു ഉദ്ഘാടനം നടത്തുക, നമ്മളൊരു സാധനത്തിന് ഉദ്ഘാടനം നടത്തുന്നത് എന്താണ്, എപ്പോഴാണ്, അതെല്ലാം സെറ്റപ്പായി കഴിഞ്ഞിട്ടാണ് ഉദ്ഘാടനം നടക്കുന്നത്. ഉദ്ഘാടനം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ഉദ്ഘാടനം നടത്തുകയാണ്. ഒരു ഹോട്ടൽ ഉദ്ഘാടനം ചെയ്താൽ എങ്ങനെയാണ്, ആ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തിട്ട് പിറ്റേ ദിവസം മുതൽ അടച്ചിടുകയല്ലല്ലോ ചെയ്യുന്നത്. ആ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നമുക്ക് കഴിക്കാൻ പറ്റും. എന്തായാലും 27-ാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞോടുകൂടി പിന്നെ ഇവിടെ ഒന്നുമില്ല ഗൈസ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞ് പിന്നെ ഒന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് എന്നോട് പറഞ്ഞത്, ഇത് ഉദ്ഘാടനം കഴിഞ്ഞു, പക്ഷേങ്കിൽ നവംബർ 1 മുൻപ് ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. നവംബർ 1 വരെയാണ് ഇതിന് ടൈം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി എത്രയാണ്, ഉദ്ഘാടനം എന്തായാലും കഴിഞ്ഞു. ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമായിരിക്കും. അതല്ലെങ്കിൽ ഗവൺമെൻറ് പ്രൊജക്റ്റുകൾ പലതും പോലെ തന്നെ കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോവുകയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്താണേലും ഭക്ഷണം കഴിക്കാനുള്ള നമ്മുടെ മൂടേ നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്കൊക്കെ നമ്മൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇത് നമുക്ക് കുറേ സ്റ്റാളുകളുണ്ട് കേട്ടോ. കുറേ സ്റ്റാളുകൾ ഇങ്ങനെ പണിതിട്ടിരിക്കുകയാണ്. പല തരത്തിലുള്ള സ്റ്റാളുകൾ, ആളുകൾക്ക് ഇരിക്കാനുള്ള കസേര, ബെഞ്ച്, ഡെസ്ക്, എല്ലാ സാധനവും സെറ്റാണ്. പിന്നെ ഉദ്ഘാടനത്തിന് ദിവസം 27-ാം തീയതി ഒത്തിരി അധികം സ്റ്റാളുകൾ ഇവിടെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ്, അതൊക്കെ എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ഒരു ദിവസത്തേക്ക് പുറത്തുനിന്ന് ആളുകൾ വന്നിട്ട് ചെയ്തതാണോ എന്താണെന്നറിയാൻ പാടില്ല. എന്തായാലും ഒറ്റ ദിവസം മാത്രം ഉദ്ഘാടനം എന്താണെങ്കിലും കഴിഞ്ഞ ഒരു സംഭവമാണിത്. അപ്പോൾ കൊച്ചിയിൽ വന്നു കഴിയുമ്പോഴത്തേക്കും എനിക്കറിയില്ല, ഈ മാധ്യമങ്ങൾ ഇത്രയധികം ഇതിനെ വാർത്ത കൊടുത്തിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന തരത്തിലേക്ക് ഇത്രയധികം വലിയൊരു വാർത്ത കൊടുത്തപ്പോൾ ഒന്നുകിൽ അവർക്ക് ആ ന്യൂസിൽ തന്നെ പറയാമായിരുന്നു അല്ലേ. ഇപ്പം നമ്മളൊക്കെ ഇത്രയധികം ലോങ്ങിൽ നിന്ന് വരികയാണ്. ഭക്ഷണം കഴിക്കാനുള്ള ആൾക്കാർ, ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇങ്ങനൊരു കാര്യം കാണുമ്പോഴത്തേക്ക് അത് എക്സ്പ്ലോർ ചെയ്യാനും അത് കാണാനും കഴിക്കാനും ഒക്കെ ആയിട്ട് പല സ്ഥലത്തു നിന്നും വരും. ഇപ്പോൾ ഈ ഒരു മനോരമയുടെയാണോ മാതൃഭൂമിയുടെ ആണോ അറിയത്തില്ല, ആ ന്യൂസ് ഞാൻ കറക്റ്റായിട്ട് പറയാം. എന്തായാലും മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഈ
ന്യൂസ് ഉണ്ടായിരുന്നു. ഈ ന്യൂസ് കാണുന്ന ഭക്ഷണ പ്രേമികളായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? അവരെങ്ങനെ വരും? ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടില്ല, ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവ് ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇനിയിപ്പോൾ രാത്രിയിൽ ഇത് അടച്ചു പോയതാണോ, ഇനി പകൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് പകലും വർക്ക് ചെയ്യുന്നില്ല, രാത്രിയിലും വർക്ക് ചെയ്യുന്നില്ല. ഇതിന് തൊട്ടടുത്തുള്ള ആളുകൾക്ക് പോലും ഇതിനെക്കുറിച്ച് അറിയത്തില്ല കസ്തൂർബ നഗർ. അപ്പോൾ എന്തായാലും ഒരു 2 മാസത്തിനുള്ളിൽ ഇത് പ്രവർത്തിക്കുമായിരിക്കും നമുക്ക് വിചാരിക്കാം എന്താണെങ്കിലും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഇങ്ങോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, നമ്മുടെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെ. ഈ ഫുഡ് കോർട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ സങ്കടപ്പെട്ട് നമ്മൾ പോയെങ്കിലും അത്ര സങ്കടപ്പെട്ടില്ല. വേറെ കുറേ അടിപൊളി കാര്യങ്ങളുണ്ടായിട്ടോ, അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാവേ. അങ്ങനെ നമ്മൾ ഫുഡ് കോർട്ട്, ഗവൺമെൻറ് ഫുഡ് കോർട്ട് കാണാനായിട്ട് പോയി. പക്ഷേ വർക്കിംഗ് അല്ലാത്തത് കൊണ്ട് നമ്മളിത് അവിടുന്ന് തിരിച്ചിപ്പോൾ ഇങ്ങനെ വന്ന വഴിയാണ് കേട്ടോ. തേവര ആ സ്ഥലത്തിൻ്റെ പേരെന്നായിരുന്നു ചേട്ടാ? അല്ല, നമ്മൾ പോയ സ്ഥലത്തിൻ്റെ പേരെന്നായിരുന്നു? കസ്തൂർബ നഗർ. കസ്തൂർബ നഗറിൽ നമ്മൾ നേരെ വീണ്ടും നമ്മൾ ഇങ്ങോട്ട് വരികയാണ്, നമ്മുടെ മനോരമ ജംഗ്ഷനിലേക്ക് വരുന്ന വഴിക്ക്. അപ്പോൾ ഇവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫുഡ് കോർട്ടിൻ്റെ പേര് ഉപ്പും മുളകും എന്ന് പറയുന്ന ഫുഡ് കോർട്ടാണ്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ടോക്കണാണ് എടുക്കുന്നത്. ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറേ ടൈപ്പ് ഭക്ഷണങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് മന്തി റൈസും ചിക്കൻ ഫ്രൈയും കൂടിയാണ് വാങ്ങിച്ചത്. നമ്മുടെ കൂടെയുള്ള ആൾക്കാർ അവിടെ ചിക്കൻ നൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല പല വെറൈറ്റീസ് ആയിട്ടുള്ള കുറേ അധികം ഫുഡ് റെസിപ്പീസ് ഇവിടെ കഴിക്കാനായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഫുഡ് കോർട്ടിൽ പോകണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കുറേ വെറൈറ്റി ഫുഡ് കഴിക്കാം, അല്ലെങ്കിൽ നോക്കാം, എക്സ്പ്ലോർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു നമ്മൾ വന്നതെങ്കിലും നമുക്ക് അവിടെ ഓപ്പൺ അല്ലാത്തതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല. എന്താണെങ്കിലും നമ്മളിത് ഇപ്പോൾ ഈ ഒരു ഫുഡ് കോർട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് ട്രാവൽ ചെയ്ത് ഇവിടം വരെ എത്തിയെങ്കിലും നമ്മുടെ ആ ഒരു സങ്കടമൊക്കെ മാറി. എന്നാൽ ഇവിടുന്ന് ഈ ഒരു ഭക്ഷണം കഴിച്ചിട്ടപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ച് എന്താണെങ്കിലും പോകാം. അപ്പം 2 മാസത്തിനുള്ളിൽ എന്തായാലും ഈ ഒരു ഫുഡ് കോർട്ട്, നമ്മൾ പോയ ഫുഡ് കോർട്ട്, ഗവൺമെൻറ് ഫുഡ് കോർട്ട് ഇനാഗ്രേറ്റ് ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം എന്താണെങ്കിലും. ഉപ്പുമുളകും എന്ന് പറയുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫുഡ് സ്ട്രീറ്റ് സമ്പ്രദായത്തെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലാണ് കേട്ടോ. പല പല കൗണ്ടറുകളാണ് ഇവിടെ ഉള്ളത്. ഓരോ ടൈപ്പ് ഭക്ഷണത്തിനും ഓരോ കൗണ്ടറാണ്. അപ്പോൾ അതാത് കൗണ്ടറിൽ നമ്മൾ പൈസ അടച്ച് ഫുഡ് വാങ്ങിച്ച് സ്ട്രീറ്റിലിരുന്ന് കഴിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഫുഡ് സ്ട്രീറ്റ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ നിന്ന് മന്തി, ചിക്കൻ ഫ്രൈ, മന്തി റൈസാണ് കേട്ടോ, അത് ചിക്കൻ ഫ്രൈ ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. നമ്മുടെ കൂടെയുള്ളവർ നൂഡിൽസ്, മറ്റ് ഭക്ഷണങ്ങളൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതാണ് കേട്ടോ നമ്മളുടെ ചിക്കൻ നൂഡിൽസ്. ഇത് നമ്മളുടെ മന്തി റൈസ് വിത്ത് ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ആകെ ഒരു പ്രശ്നം എന്താ, നമുക്ക് പ്രോപ്പറായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത്, ഇരുന്ന് കഴിക്കാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ ഭക്ഷണം വാങ്ങിച്ചിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിന്ന് നമ്മൾ കഴിക്കുക. നമ്മൾ ഉച്ചയ്ക്കൊക്കെ സ്കൂളിലൊക്കെ പണ്ട് നിന്ന് കഴിക്കത്തില്ല, അന്തമാതിരി നമ്മളിങ്ങനെ നിന്ന് കഴിക്കണം എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ഫുഡ് സ്ട്രീറ്റ്, അല്ലെങ്കിൽ അപ്പോൾ ഇത് നമ്മൾ എന്തായാലും ഫുഡ് സ്ട്രീറ്റിൽ പോകണമെന്ന് വിചാരിച്ചു വന്നത്. എന്തായാലും ഒരു ഫുഡ് സ്ട്രീറ്റിൽ തന്നെ നമ്മൾ എന്താണെങ്കിലും കയറിയിട്ടുണ്ട്. ഇവിടുത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ മാത്രം കിട്ടുന്ന ഒരു കൗണ്ടറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ നമുക്ക് പല ടൈപ്പ് ഫുഡും പല സ്ഥലത്താണ് കിട്ടുന്നതെങ്കിലും നമ്മളിത് ഒരു സ്ഥലത്താണ് നമ്മൾ പൈസ അടയ്ക്കുന്നത്. അപ്പോൾ പൈസ അടച്ചു കഴിയുമ്പോൾ നമുക്ക് അവിടുന്ന് അവർ ടോക്കൺ തരും. ഇപ്പോൾ ചായക്കാണെങ്കിൽ ചായയുടെ ടോക്കൺ, ബിരിയാണിക്കാണെങ്കിൽ ബിരിയാണിയുടെ ടോക്കൺ, മന്തി റൈസിനാണെങ്കിൽ മന്തി റൈസിൻ്റെ ടോക്കൺ, ഇനി നമുക്ക് മറ്റ് ഐറ്റംസ് ആണെങ്കിൽ അതിൻ്റെ ടോക്കൺ, അങ്ങനെ തന്നിട്ട് നമ്മൾ അതാത് ടോക്കൺ അതാത് കൗണ്ടറുകളിൽ കൊണ്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ബീഫ് കറിയൊക്കെ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം, ബീഫ് കറി. ഇതൊക്കെ കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ. മീൻ കറിയും ബീഫ് കറി എന്ന് വേണ്ട, എൻ്റെ ദൈവമേ, ഫ്രൈ ഐറ്റംസ്. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് കഴിക്കണം എന്നുള്ള ആക്രാന്തമായി പോകും നമുക്ക്. പിന്നെ അത് ഗ്രിൽ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കണം, എല്ലാം കൊണ്ടും ഭയങ്കര വൈബാണ് കേട്ടോ. പിന്നെ കബാബ് ഐറ്റംസ് എന്ന് വേണ്ട, നമുക്ക് ഫുഡ് ഐറ്റംസിൽ കിട്ടാത്തതായിട്ട് ഇവിടെ ഒന്നുമില്ല. അത്രയും വെറൈറ്റി സംഭവങ്ങളാണ് ഈ ഒരു ഉപ്പും മുളകിലുള്ളത്. പിന്നെ ദോശ ഉണ്ടാക്കാനായിട്ട് അതിന് വേറെ, ഇനി ഓംലേറ്റ് ഒക്കെ പോലെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണേ അതിന് വേറെ. ഇവിടെ ഇത് ഫ്രൈഡ് റൈസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണം, അത് വേറെ കൗണ്ടർ. മന്തി റൈസ് കൊടുക്കുന്ന വേറെ, ബിരിയാണി കൊടുക്കുന്ന വേറെ. അപ്പോൾ നമുക്ക് നല്ല രസമാണ് കേട്ടോ. നമ്മളിങ്ങനെ ഒന്നിച്ച് ഇങ്ങനെ എന്താ പറയുക, ഈ ടോക്കണൊക്കെ വാങ്ങിച്ചിട്ട് ഓരോ സ്ഥലത്ത് നിന്ന് വാങ്ങിച്ച് ഇതുപോലെ വഴിവക്കത്ത് ഫാമിലീസൊക്കെ ഇഷ്ടം പോലെയാണ് വരുന്നത് കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഈ ഒരു സ്ട്രീറ്റ് മുഴുവൻ നൈറ്റ് ആളുകളെന്ന് വേണമെങ്കിൽ പറയാം.
അത്രയധികം ജനങ്ങളാണ് വരുന്നത്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ ഒരു വൈബാണ്. പിന്നെ ഞാൻ ഞങ്ങൾ വാങ്ങിച്ച ഒരു അവൽ മിൽക്കാണ് കേട്ടോ. ഇത് അവൽ മിൽക്ക് വാങ്ങിച്ചു. പിന്നെ ഇത് ജ്യൂസ്, ഷെയ്ക്ക്, കോഫി, ചായ മാത്രം കൊടുക്കുന്ന ഒരു കൗണ്ടറാണ്. ഇവിടെ ഇത് ബ്ലൂ ടീ എന്നൊക്കെ എഴുതിയാണ് കണ്ടോ. കണ്ണൂർ ടീ, മുന്തിരി ചായ, ഇതൊക്കെ വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ ഫുഡ് കോർട്ട് തേടി പോന്നു. ഗവൺമെൻറ് ഫുഡ് കോർട്ട്, ഫുഡ് സ്ട്രീറ്റ് തേടി വന്നു, കണ്ടില്ല. അങ്ങനെ നമ്മൾ അവസാനം ഈ ഒരു ഫുഡ് സ്ട്രീറ്റിലെത്തി ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇനി ഭക്ഷണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ അഫോർഡബിൾ റേറ്റാണ് കേട്ടോ ഇവിടെയുള്ളത്. ഇവിടെ നമുക്ക് നൂഡിൽസൊക്കെ 120 ചിക്കൻ നൂഡിൽസിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ മന്തി റൈസ് 70 രൂപ, പിന്നെ ചിക്കൻ ഫ്രൈ, അങ്ങനെയൊക്കെ നമുക്ക് കോംബോ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കാം. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ടോക്കൺ എടുത്താണ് നമ്മൾ കഴിക്കേണ്ടത്. ഓരോന്നിനും ടോക്കൺ എടുത്ത് നമ്മൾ അതാത് ഫുഡ് കൗണ്ടറുകളിൽ ചെന്ന് ഫുഡ് വാങ്ങിച്ച് ഇതുപോലെ സ്ട്രീറ്റിലിരുന്ന് നമ്മൾ കഴിക്കുന്ന ഒരു സ്ട്രീറ്റ് ഫുഡിൻ്റെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം കണ്ടതിന് ശേഷം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ കൊച്ചിയിലെ ഫുഡിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണും വരെ എല്ലാവർക്കും ശുഭദിനം. ആകാശ